മികച്ച ശമ്പളത്തിന് കൊണ്ടുവന്നത് ആനവണ്ടിയെ പ്രൊഫഷണലാക്കാനായിരുന്നു. വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയവർക്ക് കിട്ടിയതാകട്ടെ പ്രൊഫഷണലിസം തൊട്ടു തീണ്ടാത്ത പുറത്താക്കൽ നോട്ടീസും. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ KSRTCയിൽ നിയമിച്ച 7 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവരെ പിരിച്ചുവിട്ടത് നിയമ പോരാട്ടമായി മാറിയേക്കും. എങ്കിലും പുതിയ സംവിധാനം KSRTCയിൽ കൊണ്ടുവരുമെന്ന സന്ദേശമാണ് KB ഗണേഷ് കുമാർ നൽകുന്നത്. അനാവശ്യ താൽക്കാലിക കരാർ ജീവനക്കാരെ എല്ലാം തന്നെ മാറ്റാനും സാധ്യതയുണ്ട്. ആന്റണി രാജു നിയമിച്ചവരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ച് ഇമെയിൽ ലഭിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥയുൾപ്പെടെ മാനേജ്മെന്റ് പാലിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ കോടതിയെ സമീപിക്കാനും സാധ്യത ഏറെയാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. KSRTCയിൽ മധ്യനിര മാനേജ്മെന്റ് ശക്തമാക്കണമെന്ന പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചിലരെ ആന്റണി രാജു മന്ത്രിയായപ്പോൾ നിയമിച്ചത്. HR മാനേജർ ഷെജു, ഫിനാൻസ് ജനറൽ മാനേജർ ബീന ബീഗം, സിവിൽ വിഭാഗത്തിലെ 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അക്കൗണ്ട്സ് വിഭാഗത്തിലെ 3 ട്രെയിനി ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടതിൽ നീതികേടുണ്ടായി എന്ന വാദവും ശക്തമാണ്. KSRTCയിൽ ഗണേഷിന്റെ അടുത്ത നീക്കങ്ങളും എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. മന്ത്രി ഗണേഷുമായുള്ള ഭിന്നത കാരണം ഗതാഗത സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞതും ഗതാഗത കമ്മീഷണർ S ശ്രീജിത്തും മന്ത്രിയും ഓഫീസ് മുറിയിൽ പരസ്യമായി ഏറ്റുമുട്ടിയതും വിവാദങ്ങളായി മാറിയിരുന്നു. ഇതിനിടയിലും താൻ മനസ്സിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന സന്ദേശമാണ് ഗണേഷ് കുമാർ നൽകുന്നത്. ആന്റണി രാജുവുമായി ബന്ധമുള്ള എല്ലാവരെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റും. KSRTCയിലെ മാനേജ്മെന്റ് ഘടനയെ പരിഷ്കരിക്കാനും ഗണേഷിന് ആലോചനയുണ്ട്. KSRTCയിൽ ജോലിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ 1 മാസത്തെ നോട്ടീസ് നൽകണം എന്നതാണ് വ്യവസ്ഥ. എന്നാൽ ഈ കരാർ വ്യവസ്ഥകളും മാനേജ്മെന്റ് പാലിച്ചിട്ടില്ല. HR വിഭാഗത്തിൽ കാര്യക്ഷമമായി ഉദ്യോഗസ്ഥരില്ലാത്തതിനെ പ്രൊഫസർ സുശീൽ ഖന്ന വിമർശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് മധ്യനിര മാനേജ്മെന്റ് ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇതുപ്രകാരം നടപടികൾ തുടരവെയാണ് പെട്ടെന്നുള്ള ഒഴിവാക്കൽ. പെട്ടെന്ന് ജോലി നഷ്ടമായതിന്റെ ആഘാതത്തിലാണ് പിരിച്ചുവിടപ്പെട്ടവർ. മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവരെ KSRTC മികച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് നിയമിച്ചത്. KSRTCക്ക് ടിക്കറ്റ് ഇതര വാർഷിക വരുമാനത്തിൽ 300 കോടിയുടെ റെക്കോർഡ് നേട്ടമുണ്ടായിരുന്നു. KSRTC കൊമേഴ്ഷ്യൽ വിഭാഗമാണ് 3 വർഷം കൊണ്ട് വരുമാനം 5 ഇരട്ടിയാക്കിയത്. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2021 ജൂണിലാണ് CMD ബിജു പ്രഭാകറിന്റെ നേതൃത്വത്തിൽ കൊമേഴ്ഷ്യൽ വിഭാഗം രൂപീകരിച്ചത്. അതുവരെ വർഷം 60 കോടിയായിരുന്നു ടിക്കറ്റ് ഇതര വരുമാനം. പ്രതിമാസ വരുമാനം 5 കോടി വീതം. ഇതാണിപ്പോൾ 25 കോടിയായി ഉയർന്നത്. നിലവിൽ ബസ്സിൽ പതിക്കുന്ന പരസ്യങ്ങളുടെ വരുമാനം മാത്രം സംസ്ഥാന തലത്തിൽ വർഷം 20 കോടിക്ക് മുകളിലാണ്. ഹോർഡിംഗ്സും മറ്റ് പരസ്യ വരുമാനങ്ങളും 15 കോടിയിലധികം വരും. ഇത്തരത്തിൽ ഏറ്റവും അധികം പരസ്യ വരുമാനം ലഭിക്കുന്നത് തിരുവനന്തപുരം ഡിപ്പോയിലാണ്. മുമ്പ് ബഡ്ജറ്റ് ടൂറിസവും ടിക്കറ്റ് ഇതര വരുമാനത്തിലായിരുന്നു. പിന്നീട് അത് പ്രത്യേക വിഭാഗമാക്കി. കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സിൽ 8 മാസം കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ 2.5 കോടിക്ക് മുകളിലാണ് വരുമാനം. ഈ വിഭാഗങ്ങളിലും മാറ്റത്തിനി സാധ്യതയുണ്ട്.